ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് നോക്കിയൻ്റെ ഏറ്റവും പുതിയ മോഡലായ നോക്കിയ G10 എന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്തേക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഖാദിർ വള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഒരു ഫോൺ ആദ്യം തന്നെ അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ മോഡൽ നെയിം കാണാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 ദിവസം ചാർജ് നിൽക്കും എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേക ബട്ടൺ വരെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും കൂടുതൽ നോക്കാതെ നമുക്ക് ഈ ഒരു ഫോൺ ആദ്യം തന്നെ ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. അൺബോക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു സ്റ്റിക്കർ മാത്രമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോൺ എടുക്കാം. ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് മൊബൈൽ തന്നെയാണ്. മൊബൈൽ കാണാൻ പറ്റിയതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ബോക്സിലേക്ക് നോക്കുമ്പോൾ ഇവിടെ സിം റിമൂവ് ചെയ്യാനുള്ള ഒരു എജക്ടർ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2-3 കാറ്റലോഗുകളും ഉണ്ട്. പിന്നെ ഒരു പൗച്ചും കിട്ടിയിട്ടുണ്ട്. പൗച്ച് ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബ്ലാക്ക് ഷെയ്ഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പൗച്ചാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു 10 വാട്ട്സിൻ്റെ ഒരു ചാർജർ കിട്ടിയിട്ടുണ്ട്. നോർമൽ ചാർജറാണ്, ഫാസ്റ്റ് ചാർജിങ് അല്ല. അതോടൊപ്പം തന്നെ ഇതിലൊരു ടൈപ്പ് സി USB കേബിളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ഹെഡ്ഫോണും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഫോണിലേക്ക് തന്നെ തിരിച്ചു വരാം. 6.5 ഇഞ്ച് HD IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിലായിട്ടും 3 days ബാറ്ററി ലൈഫ് എന്ന് കമ്പനി പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സത്യമാകാനുള്ളൊരു സാധ്യത തന്നെ നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ അടിവശം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോഫോൺ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു ടൈപ്പ് സി ഇൻപുട്ടും 2 സ്പീക്കർ ഗ്രില്ലും നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് കമ്പനി ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, അതോടൊപ്പം തന്നെ 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്കും ഇതിൻ്റെ മുകൾ വശത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മുകളിലായിട്ട് ഒരു എക്സ്ട്രാ മൈക്രോഫോൺ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് നമുക്ക് സിം കാർഡ് ട്രേയും അതോടൊപ്പം തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനായിട്ടുള്ള ഒരു പ്രത്യേക ബട്ടൺ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. സിം കാർഡ് ട്രേ നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിം കാർഡ് ട്രേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബോഡിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതിൻ്റെ ഫ്രെയിമായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ഫ്രെയിമും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലും ഇതിൻ്റെ ബാക്ക് ക്യാമറ 13 മെഗാപിക്സലും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും ഈ ഒരു ഫോണിലായിട്ട് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിവിടെ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ലോക്ക് എന്നീ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ആദ്യം പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫേസ് ലോക്കും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഫേസ് ലോക്കും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു ഫോണിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ Android 11-ലാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് MediaTekൻ്റെ Helio G25 എന്ന പ്രൊസസ്സറാണ്. ഈ ഒരു ഫോൺ 32 GB-യിലും അതോടൊപ്പം തന്നെ 64 GB-യിലും ലഭ്യമാണ്. 2 GB-യിൽ വരുന്ന ഫോണുകൾക്ക് 3 GB റാം അല്ലെങ്കിൽ 4 GB റാമോട് കൂടിയിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് മാർക്കറ്റിൽ. 64 GB 4 GB വേരിയൻറ്റിൽ മറ്റൊരു വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫോൺ ഏത് ആണെന്നുള്ളതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് 64 GB 4 GB റാമോട് കൂടിയിട്ടുള്ള ഫോണാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിനെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ NFC സപ്പോർട്ടഡ് അല്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കമ്പനി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. വെറും 192 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ക്യാമറൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നൈറ്റ് മോഡ്, പോർട്രേറ്റ് ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. വെറും 9500 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. മാക്രോ ലെൻസ് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഓപ്ഷൻ തന്നെ കമ്പനി ഈ ഒരു ഫോണിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉള്ളൊരു ഫ്രണ്ട് ക്യാമറ തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം ഇങ്ങനെ സെൽഫി എടുത്ത് കാണിക്കുമ്പോഴൊക്കെ നല്ലൊരു ക്ലാരിറ്റി തോന്നിക്കുന്നുണ്ട്. ചെറിയൊരു കളറിന് ചെറിയൊരു വ്യത്യാസം തോന്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും
ഈ ഒരു പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ട് ക്യാമറ നല്ലൊരു ക്യാമറ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിലുള്ള കമ്പനി തന്നെ കൊടുത്തിട്ടുള്ള ഒരു മൈക്രോഫോണാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. പ്രത്യേക മൈക്കൊന്നും ഞാൻ ഈ ഒരു ഫോണിൽ ഇപ്പം കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ക്ലിയർ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഒരു ജിമ്പലോ ഒന്നുമില്ലാതെ തന്നെയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസേഷനും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു ഫോണ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ആയാലും ഇതിൻ്റെ മറ്റു ഫിംഗർ പ്രിൻ്റ് ആയാലും ഫേസ് ലോക്ക് ആയാലും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 രൂപേൻ്റെ താഴെയാണ്. ഏകദേശം പ്രൈസ് 9,500 രൂപയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ആ ഒരു വിലയിൽ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫോൺ തന്നെയാണെന്ന് പറയാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറൻ്റെ ക്ലാരിറ്റി ആയാലും ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും, അതായത് 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവായിട്ട് തോന്നാം. പക്ഷേ ചില ഫോണുകളിലൊക്കെ മെഗാ പിക്സൽ കൂട്ടി കാണിച്ചുകൊണ്ട് ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ മെഗാ പിക്സൽ കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻ്റ് ആയാലും ഫേസ് ലോക്ക് ആയിട്ടും വളരെ നല്ലൊരു ഫാസ്റ്റ് തന്നെയാണെന്ന് പറയാം. ഈ ഒരു പ്രൈസിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോണ്. ഇതിൻ്റെ പ്രൊസസ്സറായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് മീഡിയാടെക്കിൻ്റെ ഹെലിയോ G25 എന്ന പ്രൊസസ്സറാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി 5000 mAh ഉണ്ടെന്നുണ്ടെങ്കിലും കമ്പനി അവകാശപ്പെടുന്നത് 3 ദിവസം വരെ ചാർജ് നിൽക്കണം എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. അത് പരിശോധിച്ച് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 192 ഗ്രാമാണ്. അപ്പം നമുക്ക് പിടിക്കാനും ഒക്കെ വളരെ സിമ്പിൾ തന്നെയാണ്. പിന്നെ ഒരു ഫോണിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്. 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇപ്പം മിക്ക ആളുകൾക്കും ഫോണ് പോക്കറ്റിൽ കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഫോണിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് കൂടുതലുമാണെന്നുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോണ്. വലിയൊരു പ്രശ്നങ്ങളൊന്നും പറയാനില്ല. കാരണം 10,000 രൂപേൻ്റെ താഴെ നമുക്ക് ഇത്രയും മാത്രമാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.